എസ് ശരൺ കൂടി ചേരുകയാണ്. ശരൺ, അപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പൊതുപരിപാടികൾ പോലും കാര്യമായി അറ്റൻഡ് ചെയ്യുന്നില്ല. സമ്പൂർണ്ണ ശ്രദ്ധ അദ്ദേഹം ബജറ്റിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അത്രയധികം അദ്ദേഹത്തിനും കേരളത്തിനും പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ല കൂടിയായിട്ടുള്ള എറണാകുളം, കൊച്ചി, അതോടൊപ്പം മധ്യകേരളത്തിന് എന്തൊക്കെ സർപ്രൈസുകളും പ്രഖ്യാപനങ്ങളും ആയിരിക്കും വി.ഡി. സതീശൻ്റെ ബജറ്റിൽ കരുതി വെച്ചിട്ടുണ്ടാകുക? ശരൺ. ഷിഗാസ്, ശ്രുതി, ഗുഡ് മോർണിംഗ്. എന്തായാലും കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമാണ് കൊച്ചി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കൊച്ചിക്കുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, അതായത് നമുക്കറിയാം കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ എങ്ങനെയാണ് ഈ വ്യവസായ നയം മുന്നോട്ട് വെച്ചിരുന്നത്, അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ സർക്കാർ, UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ വ്യവസായ നയം എന്തെന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കൊച്ചി ഉറ്റുനോക്കുന്നത്. ഈ വ്യവസായ നയത്തിനൊപ്പം തന്നെ IT മേഖലയിലെ വികസനം സംബന്ധിച്ച് എന്തൊക്കെ പദ്ധതികൾ ഉണ്ടാകും, അതിനുവേണ്ടി എത്ര തുക മാറ്റിവെക്കും എന്നുള്ളതും വലിയ ആകാംക്ഷയാണ്. ഇതോടൊപ്പം തന്നെ കൊച്ചി നഗരം ഡിമാൻഡ് ചെയ്യുന്ന മറ്റ് പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ആണ്. നമുക്കറിയാം ഒരു സമയത്ത് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ്. അത് അന്ന് വിജയം കണ്ടിരുന്നതാണ്. പിന്നീട് ഈ പദ്ധതി നിലച്ചു പോയതാണ്. അപ്പോൾ അതിനുശേഷം അത് പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ആ ഫണ്ട് അടക്കം വകയിരുത്തുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ കൊച്ചി നഗരം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. അപ്പോൾ ഈ മാലിന്യ സംസ്കരണത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഒപ്പം കൊച്ചി മെട്രോയുടെ വികസനം എങ്ങനെയായിരിക്കും, വാട്ടർ മെട്രോയുടെ വിപുലീകരണം എങ്ങനെയായിരിക്കും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി ഉണ്ട്. ഇനി എറണാകുളം റൂറൽ മേഖലകളിലേക്ക് പോവുകയാണെന്ന്, കൊച്ചി നഗരത്തിൽ നിന്ന് റൂറൽ മേഖലകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം അവർ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമെന്ന് പറയുന്നത് വന്യജീവി ആക്രമണമാണ്. അത് ഇവിടെയുമുണ്ട്, അതിന് പുറമെ ഇടുക്കി അടക്കമുള്ള ജില്ലകളിലുമുണ്ട്. അപ്പോൾ പൊതുവായിട്ടുള്ളൊരു പദ്ധതി അതിനു വേണ്ടി, അതായത് ഈ വന്യജീവി ആക്രമണം തടയാനുള്ള അല്ലെങ്കിൽ അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാനുള്ള പദ്ധതി ഉണ്ടാകുമെന്ന പൊതുവായ പ്രതീക്ഷയിൽ കൂടിയാണ് ഏവരുമുള്ളത്. ഇതോടൊപ്പം തന്നെയാണ് ഈ ചെല്ലാനത്തെ ദുരിതം നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. അവിടെ കടൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കണമെന്നുള്ള ആവശ്യം അവർ ഒരുപാട് കാലമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം കൂടിയാണ്. അതിപ്പോഴും പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ അത് നടപ്പിലാക്കാനുള്ള പദ്ധതികൾ കൂടി ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ചെല്ലാനത്തുകാരുള്ളത്. ഇനി കോട്ടയത്ത് റബ്ബർ കർഷകരും പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റബ്ബറിന്റെ താങ്ങ് വില ഉയർത്തണം എന്നുള്ളൊരു ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഈ സർക്കാരിന്റെ പരിഗണനയിൽ വന്നിട്ടുണ്ട് എന്ന പ്രതീക്ഷയിൽ കൂടിയാണ് ഇവരുമുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകളോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്.